സൗദിയിലെ എണ്ണ വ്യവസായത്തെ തകർക്കുന്ന പോലെ റഷ്യയിലെ എണ്ണ കമ്പനികളെല്ലാം കൂടെ ഒന്നിക്കാൻ പോകുന്ന ഒരു വാർത്ത കേൾക്കുന്നു. വാസ്തവമുണ്ടോ? ഇത് നമ്മുടെ വാൾ സ്ട്രീറ്റ് ജേണലിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സൗദിക്ക് വെല്ലുവിളിയായിട്ട് റഷ്യയിലെ എണ്ണ കമ്പനികളെല്ലാം കൂടി ചേർന്ന് ലയിച്ച് ഒന്നാകാൻ പോകുന്നു. അപ്പോൾ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരാംകോയ്ക്കൊക്കെ വെല്ലുവിളിയാവുന്ന സൗദിയിലെ അങ്ങനത്തെ ഒരു എണ്ണ കമ്പനി ആവുന്നു എന്ന് പറഞ്ഞാണ് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട്. കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ ഉണ്ടല്ലോ റഷ്യക്ക്, അതിൽ നിന്നും ഒരു വലിയ മുന്നേറ്റം ഇതുവഴി ഉണ്ടാകും എന്നാണ് റഷ്യ കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് റഷ്യയുടെ റോസ് നെഫ്റ്റ്, പിന്നെ ഗ്യാസ് പ്രോം നെഫ്റ്റ്, പിന്നെ അത് രണ്ടും സർക്കാർ ഉടമയിലുള്ളതാണ്, പിന്നെ സ്വകാര്യ ഉടമയിലുള്ള ലൂക്കോയിൽ, ഈ മൂന്നും കൂടി ലയിച്ച് ഒന്നാവുന്നു എന്നാണ് പറയുന്നത്. ഈ ഗ്യാസ് പ്രോം നെഫ്റ്റ് എന്ന് പറയുന്നത് റഷ്യയിലെ മൂന്നാമത്തെ വലിയ എണ്ണ കമ്പനിയാണ്. അപ്പോൾ ഊർജ മേഖലയെ യുദ്ധസന്നാഹത്തിൽ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് റഷ്യ ചെയ്യുന്നത്. യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരുപാട് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണ കമ്പനികളൊക്കെ ഒന്നാവുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം അതിന് സഹായിക്കുന്ന പുടിൻ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് മൂന്നും കൂടി ലയിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ആരാംകോയുടെ അത്രയും വലിയ ഒരു എണ്ണ കമ്പനി ആയിത്തീരുന്നാണ് കരുതുന്നത്. അമേരിക്കയുടെ ഓയിൽ ജയൻറ്റ് എക്സോൺ മൊബൈൽ ഉണ്ടല്ലോ, അതിൻ്റെ 3 ഇരട്ടി വരും ഈ റഷ്യൻ എണ്ണ കമ്പനി ലയിച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ആഗോള ഊർജ മേഖലയിൽ, ഈ എണ്ണ മേഖലയിൽ റഷ്യക്ക് വലിയ നിയന്ത്രണം, സ്വാധീനം ഉണ്ടാവും. സമ്പദ് രംഗത്തിന് വലിയ ബൂസ്റ്റ് അവിടുത്തെ കിട്ടും എന്ന് പറയുന്നു. സൗദി, ഇന്ത്യ, ചൈന, അമേരിക്ക, ഇത്രയും രാജ്യങ്ങളൊക്കെ ഈ റഷ്യയുടെ നീക്കം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചൈനയുടെ ഇന്ത്യയുടെയും പേരുണ്ട്. ചൈനയും ഇന്ത്യയും റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന, കാരണം മുമ്പ് 8% ആയിരുന്നത് ഇപ്പോൾ 40%, 44% ഉപരോധമായപ്പോൾ നമുക്ക് വില കുറച്ച് തരുമൊക്കെ ചെയ്തിട്ടുണ്ട്. 60 രൂപ ബാരൽ എന്നൊക്കെ തീരുമാനിച്ച് നമ്മൾ വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയും ബ്രിട്ടനും മറ്റേ ബാൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്നായി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ 60 രൂപ ഒരു ബാരലിന് വെച്ച് നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ. ഒറ്റ കമ്പനി, എണ്ണ കമ്പനി ആകുമ്പോൾ വില കൂട്ടാൻ കഴിയും റഷ്യക്ക്. അങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു കാഴ്ചപ്പാടുണ്ട്. മത്സരമില്ലല്ലോ, പിന്നെ ഒറ്റ കമ്പനിയല്ലേ അവിടെ നിന്നുള്ളത്. 2022 ഡിസംബറിൽ ഈ യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും എല്ലാം കൂടി റഷ്യയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് അത് നമ്മൾ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. $60 പെർ ബാരൽ, അതിൽ കൂടിയാൽ പാശ്ചാത്യ കമ്പനികൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യില്ല, ഇൻഷൂറും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ $60 പെർ ബാരൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് കിട്ടുന്നത്. കാരണം അവിടെ നിന്ന് ഇത് എത്തിക്കണമല്ലോ. ചിലപ്പോൾ യൂറോപ്യൻ കപ്പലുകളൊക്കെ ആയിരിക്കും, അവരിത് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ $60 പെർ ബാരൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് അത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇൻഷുർ ചെയ്യില്ല ഇൻഷുറൻസ് കമ്പനികൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, അതിനാണ് ഓയിൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ $60 എന്ന് പറഞ്ഞാൽ റഷ്യ അനുഭവിക്കട്ടെ ചെറിയ വിലയ്ക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഉപരോധവും ഓയിൽ ക്യാപ്പും കൊണ്ടുവന്നത്. പക്ഷേ ഈ ശുദ്ധീകരിച്ച എണ്ണയ്ക്ക്, റിഫൈൻഡ് ഓയിൽ, അതിന് ഉപരോധമില്ല. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് ഇവിടെ ശുദ്ധീകരിച്ച്, നമുക്ക് ധാരാളം റിഫൈനറി ഉണ്ട്, ശുദ്ധീകരിച്ച് യൂറോപ്പിന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഇരട്ടത്താപ്പാണ് അല്ലേ? അമേരിക്കയ്ക്ക് വേണ്ടി നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഇത് മേടിക്കുക. അതെ, അവർ തന്നെ മേടിക്കുക, ശുദ്ധീകരിച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഘർഷത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് നമ്മൾ 1%, നമ്മുടെ മൊത്തം ഓയിൽ ഇമ്പോർട്ടിൻ്റെ 1% മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന്. ഇപ്പം അത് 40%. നമുക്ക് ലാഭമുണ്ടല്ലോ. നമുക്ക് ലാഭം.
ഇന്ത്യ ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമാണ്, സൗദിയൊക്കെ വെട്ടിച്ച്. നമ്മൾ അങ്ങോട്ട് ശുദ്ധീകരിച്ച എണ്ണ യൂറോപ്പിലേക്ക് കൊടുക്കുമ്പോഴും നമ്മൾ സൗദിയേക്കാൾ മുകളിലാണിപ്പോൾ. സൗദി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ നമ്മൾ കൊടുക്കുന്നുണ്ട്. യൂറോപ്പിലേക്ക് കയറ്റുമതി 58% കണ്ട് കൂടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച എണ്ണ. 58%. ജാംനഗർ, വാസിനാർ, ഈ റിലയൻസിൻ്റെയും ഈ നേരത്തെ പറഞ്ഞ റോസ് നെഫ്റ്റിൻ്റെയും രണ്ടുപേരുടെയും കൂടി സംയുക്തമായിട്ടുള്ള നയര എനർജി, അതിൻ്റെയാണ് ഈ ജാംനഗർ വാഡിനാർ. പിന്നെ മംഗലാപുരം റിഫൈനറി, മാംഗ്ലൂർ, MRPL, ഈ 2 കമ്പനികളാണ് ശുദ്ധീകരിച്ച് ഇങ്ങനെ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈന 2022-24 46% റഷ്യയിൽ നിന്നുള്ള കൽക്കരി മേടിച്ചിരുന്നു. ഇന്ത്യ 17%, തുർക്കി 10%, സൗത്ത് കൊറിയ 10%, തായ്വാൻ 5% കൽക്കരി. പിന്നെ ചൈന റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇപ്പോൾ 45 മുതൽ 50% വരെ മൊത്തം ഇറക്കുമതിയുടെ, എണ്ണ ഇറക്കുമതിയുടെ റഷ്യയിൽ നിന്നാണ്. റഷ്യയുടെ വരുമാനത്തിൽ 1/3 എണ്ണ വിറ്റിട്ടാണ് അവരുടെ. അപ്പോൾ ഇങ്ങനൊരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ആ കമ്പനികളെല്ലാം ഒന്നാവുന്നു, ക്രൂഡ് ഓയിലിന് വില കൂടും. അപ്പം നമുക്ക് ഇന്ത്യക്കും പ്രത്യേകിച്ച് അല്ല, വില കൂടിക്കഴിഞ്ഞാൽ ഗുണമാണല്ലോ, നമ്മുടെ ലാഭം കുറയും. അപ്പം ഇന്ത്യക്ക് ഒരു ചെറിയ പ്രതിസന്ധി വരും എന്നൊക്കെയുള്ള അമേരിക്കയുടെ തോന്നലാണോ ഈ വാർത്തയ്ക്ക് പുറകിൽ നിന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പൊ ഈ ഉപരോധം ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ലാഭം കിട്ടി എന്നുള്ളത് വാസ്തവമാണ് അല്ലേ? അതെ, നമ്മൾ എണ്ണ മേടിച്ചത് റിഫൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് 45,000 കോടി രൂപയൊക്കെ അതിൽ നിന്ന് ഈ $60 പെർ ബാരൽ എന്നുള്ളത് വന്നപ്പോൾ നമ്മൾ നേരത്തെ 72 രൂപയൊക്കെ $72 കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. എത്ര വ്യത്യാസം? 45,000 കോടി രൂപയോളം നമുക്ക് ഒരു വർഷം ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വായിച്ചിരുന്നു നേരത്തെ. അപ്പോൾ ഇങ്ങനത്തെ ചർച്ചയൊന്നും നടക്കുന്നില്ല എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വാർത്ത പുറത്തു പോകുന്നതും ശരിയല്ല. ഒന്നുകിൽ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഈ റഷ്യ കൊണ്ട് ഗുണമുണ്ടാകുന്ന രാഷ്ട്രങ്ങളെ പേടിപ്പിക്കാനും ഒക്കെ ആയിരിക്കാം വാൾ സ്ട്രീറ്റ് ജേർണലിൽ ചിലപ്പോൾ അമേരിക്ക പ്ലാൻ ചെയ്ത വാർത്തയായിരിക്കാം. ഇങ്ങനൊരു നീക്കം നടക്കുന്നതായിട്ട് വാർത്ത വന്നിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പോൾ ഈ റഷ്യ ഇങ്ങനെ ഒരു പിന്നെ ഈ കമ്പനികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഉപരോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ ബാഹ്യമായിട്ടെങ്കിലും. ആ ഉപരോധം നിൽക്കുമ്പോൾ റഷ്യക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പം ഈ പറയുന്ന സൗദിയിലെ അരാംകോ ഉപരോധം നിലനിൽക്കുമ്പോഴും യൂറോപ്പോ അമേരിക്കയോ വാങ്ങിക്കില്ല. ഇതുപോലെ തന്നെ നമുക്കൊക്കെ തരേണ്ടി വരും. പക്ഷെ അവിടെ ഈ 3 ഓയിൽ കമ്പനികൾ, വലിയ ഓയിൽ കമ്പനികളുള്ളപ്പോൾ ഓയിൽ കമ്പനികൾ തമ്മിൽ മത്സരം ഉണ്ടായിട്ട് നമുക്ക് കുറച്ച് കിട്ടാമല്ലോ ഒരു കമ്പനിയിൽ നിന്ന്. 3 കമ്പനികളുള്ളപ്പോൾ ആ മത്സരം ഒഴിവാകുക ഒന്നിച്ച്. അങ്ങനെയാണ് അവര് വില കൂട്ടി വിൽക്കാം. ഒറ്റ കമ്പനി ആകുമ്പോൾ ഒരു മോണോപ്പൊളി വന്നല്ലോ. അപ്പൊ ഇനി നമ്മൾ $60 തരില്ല, ഇനി ഞങ്ങൾക്ക് 70 തരണമെന്നോ 65 തരണമെന്നോ ഒക്കെ പറയാൻ സാധ്യതയുണ്ടെന്ന് ഈ വാർത്തയിൽ പറയുന്നു. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മളെ പോലുള്ള രാജ്യങ്ങൾ അത് വാങ്ങാൻ തയ്യാറായില്ലെങ്കിലും അവർക്ക് പിന്നെ ബിസിനസ് നടക്കില്ലല്ലോ. ബിസിനസ് നടക്കുന്നതിന്റെ പ്രശ്നം അല്ല, എങ്ങനെയായാലും ആഗോള വിപണിയിൽ സൗദിയൊക്കെ വിൽക്കുന്നതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആഗോള വിപണിയിൽ വിലയെക്കാട്ടി കുറവായിരിക്കും. നമ്മുടെ ലാഭം കുറയുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടല്ലേ? അതാണ് അതിന്റെ സംഭവം. അതാണ് സംഭവിക്കുക. പക്ഷെ അപ്പൊ അത്തരം ഒരു നീക്കം നടത്തുന്നു എന്നുള്ളത് അവര് എന്തായാലും പുറത്തു വിടില്ല. അപ്പൊ ഈ പുറത്തു വിടുന്നതിന് പിന്നിൽ ഒരു നിഗൂഢ ലക്ഷ്യം കൂടി ഇല്ലേ? ഒന്നുകിൽ അതിനെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. ഞാനത് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ട്രംപ് ഇപ്പോൾ ജനുവരി 20 വരുന്നു. അതെ, ട്രംപ് വന്നു കഴിഞ്ഞ് താമസിയാതെ ഈ യുക്രൈൻ റഷ്യൻ യുദ്ധം തീരുക എന്ന് വെക്കുക. തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നേരത്തെ വാങ്ങിച്ച പോലെ എണ്ണ വാങ്ങിക്കേണ്ട ഗതികേട് പിന്നെയും വരാനുള്ള സാധ്യത. യുദ്ധം നിതാന്തമായി തുടരണമെന്ന് നമുക്ക് തിരുപ്പതി ഭഗവാനോടോ അയോധ്യ പോയിട്ട് ശ്രീരാമനോടോ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇത് താൽക്കാലിക സംഭവമാണ്. അപ്പോൾ സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റഷ്യയോട് അപ്പോഴും ഈ ചിറ്റമ്പ നയം യൂറോപ്പ് പുലർത്തി എന്നൊക്കെ വരാം.
അതുകൊണ്ട് ഈ റഷ്യ എപ്പോഴും ഈ വില കുറച്ച് വെക്കുന്നത് നല്ലതാണ് സൗദിയെക്കാളും. സൗദിയിൽ നിന്ന് ഇറാനിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ റഷ്യയിൽ നിന്ന് അപ്പോഴും വില കുറച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല റൂബിൾ റുപ്പി ഡോളർ വിലയിലല്ലല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി മാത്രമല്ല ഡോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഡോളറിന്റെ ഒരു പ്രാമാണ്യം ലോകത്ത് കുറയ്ക്കണം എന്ന് ബ്രിക്സ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരവരുടെ കറൻസിയിൽ കച്ചവടം നടത്താനും ഒക്കെ. അതിന് റഷ്യയുമായിട്ടുള്ള ഈ എണ്ണക്കച്ചവടം ഇപ്പോൾ എണ്ണക്കച്ചവടം 1% എന്നുള്ളതാണല്ലോ 40% ആയത്. അപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് നമുക്കിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. അപ്പൊ കുറേയൊക്കെ അത് ഈ യുദ്ധം തീർന്നാലും വില ഇങ്ങനെയൊക്കെ വില കുറച്ചൊക്കെ അവർ വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ എന്നാലും കുറേ നാൾ ഈ ശീതസമരം നിൽക്കുമല്ലോ. അപ്പൊ നമുക്ക് കുറെ കാലം കൂടി ലാഭം ഉണ്ടാവും. നമുക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ മാത്രമല്ല റഷ്യയുമായിട്ടുള്ള സഹകരണം നമ്മുടെ കൂടി. നമ്മൾ മറ്റേ ആർട്ടിക്കിൽ സഞ്ചരിക്കാനുള്ള കപ്പൽ ഒക്കെ നമ്മൾ നിർമ്മിക്കാനൊക്കെ പോകും റഷ്യയായിട്ട് സഹകരിച്ചുകൊണ്ട്. പിന്നെ സംയുക്ത സംരംഭങ്ങൾ പലതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ഒരു സഹകരണം ഗംഭീരമാകാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. ഒപ്പം യുക്രൈനുമായിട്ടുള്ള സഹകരണത്തിനും സഹായിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ഇപ്പൊ ഈ പുട്ടിൻ അടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഇപ്പൊ ലോകത്തെ വൻ ശക്തികൾ അമേരിക്കയും ചൈനയും അതുപോലെ റഷ്യയും മാത്രമല്ല ഇന്ത്യയും വലിയ ശക്തിയായിട്ട് വരുന്നു എന്ന് പ്രശംസിക്കുകയും ചെയ്തല്ലോ. അപ്പം ഇന്ത്യക്ക് ആ ഒരു സപ്പോർട്ട് പുട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, റഷ്യയെ നമ്മൾ കൂടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചൈനയുടെ വെല്ലുവിളി ഒരു വശത്ത് കിടക്കുന്നുണ്ട്. ചൈനയുമായിട്ട് വളരെ സൗഹൃദമുള്ള രാജ്യമാണ് റഷ്യ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ചൈനയ്ക്ക് ഒരു ക്ലിപ്പിടാനായിട്ട് നമുക്ക് റഷ്യയും ഉപയോഗിക്കാനായിട്ട് കഴിയുമല്ലോ. ആ ചങ്ങാത്തം അങ്ങനെ പോവാം. പക്ഷെ എന്തായാലും ആഗോള ഈ സൗദി ആണെങ്കിൽ പെട്രോ ഡോളർ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ. ഡോളറിൽ വിൽക്കുന്ന പരിപാടി അത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് സൗദിയുമായിട്ടും ഈ റുപ്പി രൂപാടിസ്ഥാനത്തിൽ വ്യാപാരമൊക്കെ അവരുടെ കറൻസിയിലും നമുക്ക് നടത്താവുന്ന അവസരമൊക്കെ വരികയാണ്. സൗദിയുമായിട്ട് നമ്മൾ വലിയ കരാറുകളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നിൽക്കുന്നുണ്ട് എന്തായാലും. പക്ഷേ ഈ എണ്ണ കമ്പനികൾ ഒന്നിച്ച് സൗദിക്കൊരു വെല്ലുവിളി എന്നുള്ളത് അവരൊരു എന്താ പറയുക സൗദിയുടെ പ്രാമുഖ്യം കുറയ്ക്കാനുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ആഗോള എണ്ണ രാജ്യങ്ങൾ ഇത് കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.